നമസ്കാരം. നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ ഏകദേശം ഒരു സീസ് ഫയർ ആയിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമായി. 3-4 ദിവസത്തിൽ നമ്മൾ പല തരം വാർത്തകളും കേട്ടു. കിരാണ ന്യൂക്ലിയർ സ്റ്റോറേജ് നമ്മൾ അടിച്ചു എന്നും, പാകിസ്ഥാൻ ജയിച്ചു എന്നും പാകിസ്ഥാൻ്റെ വാദവും അത് ഇൻ്റർനാഷണൽ മീഡിയ പറയുന്നതും അങ്ങനെ പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഒബ്സർവ് ചെയ്ത കുറച്ച് വേറെ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നടക്കേണ്ട സമയത്ത് ഇപ്പോൾ അവസാനം ട്രംപ് വരെ പറഞ്ഞു സീസ് ഫയർ ആളാണ് ഉണ്ടാക്കിയത്. മാർക്കോ റൂബിയോ പറഞ്ഞു അവരാളാണ് ഉണ്ടാക്കിയത്, എൻ്റെ അഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ പോണു, ന്യൂട്രൽ പോയിന്റ് കൂടി ഇന്ത്യ പാകിസ്ഥാനും കൂടി സംസാരിക്കാൻ പോണു. ആ പറഞ്ഞതിനൊക്കെ നമ്മുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും മോദിയും തറപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് കൺഫ്യൂഷനില്ല. എന്തുകൊണ്ട് പറഞ്ഞു? ട്രംപും റൂബിയോയും ഇങ്ങനെ പൊള്ളയായ നഗ്നമായ സത്യം, നഗ്നമായ നുണ എന്തുകൊണ്ട് പറഞ്ഞു? ഒരു കാര്യം കാണാണ്ട് അങ്ങനെ പറയില്ലല്ലോ. വെറും ജാടയ്ക്ക് വേണ്ടിയാണെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ ഈ കോൺഫ്ലിക്റ്റിൽ നടക്കുന്ന സമയത്ത്, നമ്മുടെ ശ്രദ്ധയിലേക്ക് നടക്കുന്ന സമയത്ത് വേറെ കുറേ കാര്യങ്ങൾ സൈഡിൽ നടക്കുന്നുണ്ടായിരുന്നു. നമുക്കതെല്ലാം കൂടി പാറ്റേൺ പറയാം. ഒരു 7 പോയിന്റുകൾ ഞാൻ പറയണം. ഈ 7 പോയിന്റ് ഫാക്ട്സ് ആണ്. ഈ ഫാക്റ്റിന് ശേഷം ഞാനൊരു കഥ പറയാൻ പോകണം. അത് ഫിക്ഷണൽ ആവാം, നോൺ ഫിക്ഷണൽ ആവാം, എൻ്റെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. അതിൽ കൂടുതൽ വേറെ വിലയൊന്നും അതിനകത്തില്ല. ഈ 7 പോയിന്റുകൾ ഞാൻ ആദ്യം പറയാം. ആദ്യത്തേത്, പാകിസ്ഥാൻ്റെ IMF ബെയിലൗട്ട് നടന്നു എന്ന് 9 മെയ് 9 ബെയിലൗട്ട് നടന്നു. ഈ ബെയിലൗട്ടിൻ്റെ ഡിസ്കഷൻ ഡിക്ലെയർ ചെയ്തത് 29 ഏപ്രിൽ. US-ഉം ചൈനയും തമ്മിൽ ടാരിഫ് വാർ ഒരു ഏപ്രിൽ 2 മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 2 മുതൽ ടാരിഫ് വാർ തുടങ്ങുകയാണ്. ഒരു ഏപ്രിൽ മിഡ് ആയപ്പോഴത്തേക്കും 14th ആയപ്പോഴത്തേക്കും US ചൈനയുടെ മുകളിൽ കിട്ടുന്ന ടാരിഫ് അറൗണ്ട് 145% ആയി. US ചൈന ട്രേഡ് ടോക്സ് അത് ജനീവയിൽ നടന്നു. 9th മെയ്നാണ് ജനീവയിൽ ട്രേഡ് ടോക്സ് നടന്നത്. 7th മെയ്യിലാണ് അത് ഡിക്ലെയർഡ് ആയത്. ദ ട്രേഡ് ടോക്സ് was announced on the 7th of May and it happened on the 9th of May, and today by the 14th of May US and China they have come to a trade terms. 90 ഡേയ്സിനകത്തേക്ക് ടാരിഫ് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ട്രംപിൻ്റെ സമ്മിറ്റ് മീറ്റിംഗ് മിഡിൽ ഈസ്റ്റ് ട്രിപ്പ്. അപ്പോൾ സൗദി അറേബ്യയിലും UAE-ലും ബഹ്റൈനിലും 3 രാജ്യങ്ങളാണ് പോകുന്നത്. അതിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലത്തെ സമ്മിറ്റ് മീറ്റിംഗ്. ഈ മീറ്റിംഗ് ഇന്നലെ തുടങ്ങി. ഇത് അനൗൺസ് ചെയ്തത് 22 ഏപ്രിലിന്. ഓക്കെ, ഇതിൻ്റെ സൈഡിൽ തന്നെ US ഇറാൻ ന്യൂക്ലിയർ ടോക്സ് നടക്കുന്നുണ്ട്. അതിൻ്റെ ന്യൂസ് നമുക്ക് ചെറുതായിട്ട് കേൾക്കാനുണ്ട്. നെഗോസിയേഷൻ നടക്കുന്നു. പിന്നെ കേൾക്കാനുള്ളത് US-ഉം യമനിലത്തെ ഹൂത്തീസും തമ്മിൽ പീസ് ടോക്സ് നടക്കുന്നു. അതൊരു ഇൻട്രസ്റ്റിംഗ് കോൺഫ്ലിക്റ്റ് തന്നെയാണ്. USS ഹാരിയസ് ട്രൂമൻ എയർക്രാഫ്റ്റ് കാരിയറിനെതിരെ പല അറ്റാക്സ് ഉണ്ടായി. US-ൻ്റെ ഒരു 2-3 എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരെണ്ണം വെടിവെച്ച് വീണു, ഒരെണ്ണം കടലിലേക്ക് മറിഞ്ഞു വീണു. അവരുടെ 10-15 ഡ്രോൺസ് വെടിവെച്ചിട്ടുണ്ട്. അമേരിക്കൻ കുറേ ബോംബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ US-ഉം ഹൂത്തീസും തമ്മിൽ പീസ് ടോക്സ് നടക്കാൻ പോകണു എന്നാണ് ഒരു ന്യൂസ് വരുന്നത്. ഇത് 6ാമത്തെ പോയിന്റ്. 7ാമത്തെ പോയിന്റ്, ഇന്ന് കേട്ട ന്യൂസ്, സിറിയയിലത്തെ പുതിയ ഗവൺമെൻറ് അവരുടെ പുതിയ നേതാവിനെ US ട്രംപ് അബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. അതായത് US ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ആണ് അവിടുത്തെ നേതാവ്. ഇപ്പോൾ ആ ടെററിസ്റ്റ് അയാളെ ട്രംപുമായിട്ട് മീറ്റിംഗ് നടന്നു എന്ന് സിറിയനെ അബ്രഹാം അക്കോർഡിലേക്ക് വിളിക്കുന്നു. ട്രംപ് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിനെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ പല ആൾക്കാരും വിചാരിച്ചു ട്രംപ് നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെ, പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ടല്ല, മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് തീർത്തിട്ട് നോബൽ പീസ് പ്രൈസ് കിട്ടാനുള്ള കളികളാണ് ഇതെല്ലാം. കാരണം ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയർ നടന്നില്ല എന്ന് വിചാരിക്കുക. പാകിസ്ഥാൻ അടപടല ഇന്ത്യ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഈ അറബ് നേഷൻസ് വല്ലവരും അമേരിക്ക പറയണത് കേൾക്കോ? അമേരിക്ക പറയുമ്പോൾ ഇവരെല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നത് ബിക്കോസ് അമേരിക്ക സേവ്ഡ് പാകിസ്ഥാൻ ഫ്രം എ ഹ്യൂമിലിയേഷൻ. ഇന്ത്യനെ നിലയ്ക്ക് നിർത്തി എന്ന് കാണിച്ച് പാകിസ്ഥാനെ ഹ്യൂമിലിയേഷൻ രക്ഷപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് അബ്രഹാം അക്കോർഡ്സിലേക്ക് അത് ഇപ്പോൾ ഒരു സാധ്യത വരുന്നത്. അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞാൽ അവർ കേൾക്കില്ല. ഇപ്പോൾ പൊതുവെയുള്ള അഭിപ്രായം എന്താണ്? അമേരിക്ക പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാനെ നശിപ്പിക്കൽ നിർത്തി. ഇതാണ് എൻ്റെ കഥ, എൻ്റെ ഊഹാപോഹം ഇതാണ്. ഇത് സത്യമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒരു സാധ്യത തോന്നുന്നുണ്ട്. ഇപ്പോൾ ചൈനയായിട്ട് ട്രേഡ് ടോക്സ് നടന്നു. അപ്പം നമ്മൾ വിചാരിച്ച എക്കണോമിക് മൊമെൻറ്റം, ട്രേഡ് മൂവ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് മൂവ്മെൻറ്റ് നടക്കാൻ പോകുന്നില്ല. സാരമില്ല. ആൻഡ് ഐ തിങ്ക് അവർ ഗവൺമെൻറ് ഈസ് ഓൾസോ വെരി വെൽ അവെയർ ഓഫ് ദിസ് തിങ്. നമുക്കറിയാം അവിടെ ആ ഒരു ലെവറേജിന് വേണ്ടിയിട്ടാണ് ട്രംപ് കളിക്കുന്നതെന്ന് നമുക്കറിയാം. അത് നമ്മുടെ ഗവൺമെൻറ് നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. ദാറ്റ് ഈസ് വൈ ദേ ബീൻ വെരി സ്മാർട്ട് ഇൻ നോട്ട് കാറ്റഗറിക്കലി സെയിങ് എനിത്തിങ്. അവർ ഒരു DGMO ടോക്സ് വഴി മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നാണ് ക്ലാരിഫൈ ചെയ്ത് പറയുന്നത്. US-ന്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെന്നോ ഇല്ലാന്നോ കൃത്യമായിട്ട് പറയുന്നില്ല. പറയാണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ സ്മാർട്ട് ഡിപ്ലോമാറ്റിക് മൂവ്. പക്ഷെ നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ വേറെ ഒരാൾക്ക് ഇടപെടാൻ പറ്റില്ല. ആൻഡ് നോബഡി കേഴ്സ് റിയലി. ഇപ്പോൾ ഈ അബ്രഹാം അക്കോർഡ്സിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന കാരണം മാത്രമാണ് പാകിസ്ഥാൻ്റെ റിലവൻസ്. ഇത് തീർന്നു പാകിസ്ഥാൻ്റെ കാര്യം. അതായത് പാകിസ്ഥാൻ ഓൾസോ നോസ് ഇറ്റ്. ചൈനയ്ക്ക് അമേരിക്കയുടെ അറ്റൻഷൻ വേണമായിരുന്നു. സോ ദേ പ്രോംപ്റ്റഡ് പാകിസ്ഥാൻ ടു ഡു ദിസ് തിങ്. ഈവൻ ചൈന ഹാസ് സീറോ ഇൻട്രസ്റ്റ് ഇൻ പാകിസ്ഥാൻ. ഓൾറെഡി അവിടെ ബലോചിസ്ഥാൻകാർ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ സെൻസിബിൾ ദാറ്റ് ഈസ്. അവർക്ക് പാകിസ്ഥാൻ ആർമിയുടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ഇതുവരെ ആയിട്ടില്ല. ഐ ഡോണ്ട് നോ, ബട്ട് അഗൈൻ ഇറ്റ്സ് ഓൾ ദോസ് തിങ്സ് ആർ ഹാപ്പനിങ് റൈറ്റ് നൗ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കളി. നമ്മൾ ഈ നമ്മുടെ ഇന്ത്യൻ മൈക്രോകോസത്തിൽ മാത്രം നിന്ന് ചിന്തിക്കരുത്. നോട്ട് എവറിത്തിങ് ഈസ് ആസ് ഇറ്റ് സീംസ്. അതിൽ വേറെ ലെയേഴ്സും കൂടി ഉണ്ട് എന്ന് നമ്മൾ ഓർത്ത് ബിഹേവ് ചെയ്യുക. എനിക്ക് തോന്നുന്നില്ല ഇത് നഷ്ടക്കച്ചവടമാവുമെന്ന്. ട്രംപിന് ഇങ്ങനെ ഒരു നേട്ടം കിട്ടുകയാണെങ്കിൽ, ആ നേട്ടം കിട്ടാൻ വേണ്ടി നമ്മൾ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഗുണം ചെയ്യുള്ളൂ. പിന്നെ ചില ആൾക്കാർ പറയും ഇപ്പോഴത്തെ സ്റ്റേൽമേറ്റിൽ പാകിസ്ഥാൻ ആർമിക്ക് ഗുണം ചെയ്തു. നന്നായി, ഗുണായിക്കോട്ടെ. അവരതിൻ്റെ ആ അഹങ്കാരത്തിൽ കൂടുതൽ ആൾക്കാരെ മേൽ തലകയറി നിന്നാൽ അവരുടെ ഉള്ളിൽ ബലൂചിസ്ഥാൻകാർ കയറി അടിക്കുന്നുണ്ട്. ഇപ്പോൾ TTP-ക്കാർ ഒരു 2 ആഴ്ചയായിട്ട് അവർ നിർത്തിയാടി അവരും വീണ്ടും തുടങ്ങും. ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി കണ്ടിന്യൂസ് ടു ബി സ്റ്റോപ്ഡ്. ഈസ്റ്റേൺ റിവേഴ്സ് കംപ്ലീറ്റായിട്ട് ഡ്രൈ ആയി നിന്നു. ഒറ്റ വെള്ളം പോകുന്നില്ല. ഇനി അടുത്ത ചെനാബ്, ജലം ആൻഡ് ഇൻഡസിൻ്റെ ഭാഗമാണ്. ഈവൻ ദാറ്റ് അവിടെ വാട്ടർ ഫ്ലോ എറാറ്റിക് ആക്കി. ആൻഡ് ദേ ഹാവ് നത്തിങ് ടു സേ അബൌട്ട് ദാറ്റ്. സോ വി ഹാവ് തിങ്സ് അണ്ടർ അവർ കൺട്രോൾ. ഐ തിങ്ക് ഇന്ത്യ ഒരു സ്മാർട്ട് ഗെയിമാണ് കളിച്ചത്. അടിക്കേണ്ടത് അടിച്ചു, അത് അറിയേണ്ടവർ അറിഞ്ഞു. മീഡിയക്കാർ എന്തും പറഞ്ഞോട്ടെ, ഇന്റർനാഷണൽ മീഡിയ എന്ത് പറഞ്ഞാലും നോബഡി കെയർസ്. ഐ തിങ്ക് വി ആർ ഇൻ ഫോർ സം വെരി ഇൻട്രസ്റ്റിംഗ് ടൈംസ്. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലുക്ക് ഫോർ ദ ന്യൂസ്. ഈ ന്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ കിട്ടും. ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. റൈറ്റ്. ഗുഡ് നൈറ്റ്.